ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു റിച്ചി ആയിട്ടുള്ള കറിയാണ് ബട്ടർ ചിക്കൻ. നല്ല ടേസ്റ്റുമാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ അടിപൊളി ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർക്കുന്നുണ്ട്. ഇത് പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. അപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയുടെ ജ്യൂസും കൂടി. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചുരുങ്ങിയത് ഒരു 15 മിനിറ്റെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുക. പിന്നെ എല്ലോട് കൂടിയ ചിക്കൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഈ ചിക്കൻ കറിയിലേക്കുള്ളൊരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കണം. നമ്മൾ ബട്ടർ ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ബട്ടർ നിർബന്ധമാണ്. അപ്പോൾ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലായാലും മതി കേട്ടോ, ഏതെണ്ണയാണെങ്കിലും നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, സവാള പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കും. ഇനി ഇതിലേക്ക് 10 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ടും കാഷ്യൂനട്ട് ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ സവാള ചേർത്ത കൂട്ടത്തിൽ കാഷ്യൂനട്ട് ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു പിഞ്ച് ചെറിയ ജീരകം പൊടിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. സാധാരണ മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 മീഡിയം വലിപ്പത്തിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ തക്കാളി നന്നായി വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമ്മളിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ബട്ടർ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കി വെച്ചിരുന്നു. അതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചൂടോട് കൂടി അരച്ചെടുക്കരുത് കേട്ടോ, നന്നായി തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ, എന്നാലേ കാഷ്യൂനട്ടൊക്കെ നന്നായി അരഞ്ഞ് കിട്ടുള്ളൂ. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മസാല നമുക്കിനി ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈ പേസ്റ്റ് ഒന്ന് അരിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ടർ ചിക്കന് നല്ലൊരു സിൽക്കി ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കനും അതുപോലെ പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ മസാല ഒന്ന് അരച്ചതിന് ശേഷം അരിച്ചെടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പോൾ ഇത്രയും തരികൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മസാല ഒക്കെ എണ്ണയിൽ വഴറ്റിയതിന് ശേഷമാണ് അരച്ചെടുത്തത്. എന്നാലും നമുക്കിതിൻ്റെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി തിളപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഈ കറിയിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ബട്ടർ ചിക്കനൊക്കെ ആകുമ്പോൾ പഞ്ചസാര ചേർക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം, എന്നാലാണ് ഈ തക്കാളിയുടെയൊക്കെ പച്ചച്ചുവ ഒന്നും കൂടി മാറി കിട്ടുക. നമ്മുടെ തക്കാളിയുടെ പച്ചച്ചുവ ഒന്നും കറിയിൽ ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി ഒന്നും കുറുക്കിയെടുക്കണ്ട, കാരണം തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് പിന്നെ ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത്
കസൂരി മേത്തിയാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇതിലേക്ക് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി നമ്മൾ കറിയിലോട്ട് ചേർക്കണം. ബട്ടർ ചിക്കനൊക്കെ ആകുമ്പോൾ ഫ്രഷ് ക്രീം മസ്റ്റാണ്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബട്ടർ ചിക്കൻ്റെ ഒരു പ്രത്യേകത നല്ല റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. ബട്ടർ, കാഷ്നട്ട്, ഫ്രഷ് ക്രീമൊക്കെ ചേർന്ന് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നല്ല കുറുകിയ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു അടിപൊളി ടെക്സ്ചറിൽ തന്നെയാണ് നമ്മുടെ ബട്ടർ ചിക്കൻ. ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി തിക്കാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. കറി അപ്പോൾ നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചപ്പാത്തി, പൊറോട്ട, ഞാൻ ഇവിടെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ബട്ടർ ചിക്കൻ. അപ്പോൾ നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം 1 സ്പൂൺ കൊണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ കസൂരി മേത്തി കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില വെച്ചും ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മല്ലിയില യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്